സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട തോമസ് ആംബിക്കലച്ചൻ നമ്മിൽ നിന്ന് വേർപിരിഞ്ഞ് പോയ സംഭവം ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരിക വടവാതൂർ സെമിനാരിയിൽ എൻ്റെ പ്രിയപ്പെട്ട പ്രൊഫസറിനെ കുറിച്ചാണ്. എത്രയോ ക്ലാരിറ്റിയോടുകൂടി ഞങ്ങൾക്ക് ധാർമ്മിക ദൈവശാസ്ത്രം പങ്കുവെച്ച ഏറ്റവും നല്ല ഒരു അധ്യാപകൻ. മനസ്സിൽ ധാർമ്മികത മാത്രമല്ല, ജീവിതം ഒരു വൈദികൻ്റെ എങ്ങനെയായിരിക്കണമെന്ന് തെളിമയോടുകൂടെ മനസ്സിൽ മുന്നിൽ കൊണ്ടുവന്ന ഒരു വ്യക്തിത്വം. ഇന്നും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ സജീവമാണ്. ഞാൻ വടവാതൂർ സെമിനാരിയിൽ 2ാം വട്ടം പ്രൊഫസറായിട്ട് അല്ലെങ്കിൽ പഠിപ്പിക്കാനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് ആംബിക്കലച്ചൻ്റെ നിർബന്ധം മൂലം മാത്രമാണ്. താൻ പഠിപ്പിച്ച വിഷയം അതുപോലെ പഠിപ്പിക്കണമെന്ന് എന്നെ ഉപദേശിച്ച് ഇത് ഞാൻ തന്നെ പഠിപ്പിക്കണമെന്ന് അദ്ദേഹം ശഠിക്കുകയും ചെയ്തു. വീണ്ടും ഞാൻ റോമിലേക്ക് പോകാനുള്ള എൻ്റെ യാത്രയിലും ഞാൻ അദ്ദേഹത്തിൻ്റെ ഉപദേശമാണതിൽ ഞാൻ തേടിയത്. സഭയുടെ പ്രൊക്കുറേറ്ററായിട്ട് ഞാൻ റോമിലേക്ക് പോകുമ്പോൾ എനിക്ക് പോകാൻ താല്പര്യമില്ല എങ്കിലും അദ്ദേഹത്തിൻ്റെ അരികത്ത് ഞാൻ വന്നതും അദ്ദേഹം എനിക്ക് ഉപദേശം നൽകി എന്നെ യാത്രയാക്കിയതൊക്കെ വളരെ സന്തോഷത്തോടെ ഞാൻ ഓർക്കുന്നു. എത്ര പ്രാവശ്യമാണ് ഞാൻ 4 or 5 പ്രാവശ്യം അച്ഛൻ ഇവിടെ ചെത്തിപ്പുഴ അദ്ദേഹത്തിൻ്റെ വിശ്രമ കേന്ദ്രത്തിലായിരിക്കുമ്പോൾ ഞാൻ വന്ന് കണ്ടിട്ടുണ്ട്. വളരെ ഏറെ ഞാൻ സ്നേഹിച്ച ഒരു അധ്യാപകൻ, എന്നെ സ്നേഹിച്ച ഒരു അധ്യാപകൻ. അദ്ദേഹത്തിൻ്റെ ജീവിതം നമുക്കൊരു ഒരു പാഠപുസ്തകമാണ് എന്ന് ഞങ്ങൾ എല്ലാവരും തന്നെ ഓർക്കുന്നു. അതങ്ങനെ ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ആംബിക്കലച്ചന് നിത്യശാന്തി നേരുന്നതോടൊപ്പം അദ്ദേഹത്തിനും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.